പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളും ആയിട്ടുള്ള ഒരു ഊണാണ് കേട്ടോ ഇന്ന്. ആദ്യം തന്നെ നമുക്ക് വെണ്ടയ്ക്ക മോര് കാച്ചാം. എണ്ണ ചൂടായി കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 10 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. എരിവിനാവശ്യമായിട്ട് 2 or 3 പച്ചമുളക് എടുക്കാം. ഇനി അതിലേക്ക് 1 ഇഞ്ച് നീട്ടത്തിലുള്ള ഇഞ്ചിയും 5 or 6 വെളുത്തുള്ളിയും 1 സ്പൂൺ വീതം ജീരകം, മല്ലി, കുരുമുളക് ഇത്രയൊന്ന് ചതച്ചെടുത്തതും കൂടെ ചേർക്കണം. ഇത്രയും ചേർത്ത് അതും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം എല്ലാം മാറി വരുമ്പോൾ ഒരു 2 തണ്ട് കറിവേപ്പിലയും 1 തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കാം കേട്ടോ. തക്കാളി ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. തക്കാളിയൊക്കെ ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് വെണ്ടയ്ക്ക ചേർക്കാം. ഒരു 5 or 6 വെണ്ടയ്ക്ക എടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് നീട്ടത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിനകത്ത് ചേർത്തിരിക്കുന്ന വെണ്ടയ്ക്ക നമുക്കൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തൊന്ന് വേവിച്ച് എടുത്താൽ മതി. അടച്ചു വെക്കേണ്ട. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നമുക്കറിയാമല്ലോ വെണ്ടയ്ക്ക വേവിക്കുമ്പോൾ ചെറിയൊരു ഞോള പോലെ വരാറുണ്ട്. അതുപോലെ വരും. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കേണ്ട. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതുപോലെ ഇളക്കി കൊടുത്ത് വേവിച്ചാൽ മതി. ഇനി അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂണോളം ഉപ്പും ചേർക്കുന്നുണ്ട്. ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റി കൊടുത്ത ശേഷം തൈര് ചേർക്കാം. 1/2 ലിറ്ററാണ് ഞാനിവിടെ തൈര് എടുത്തിരിക്കുന്നത്. ഒത്തിരി പുളിയില്ലാത്ത തൈരാണ് നല്ലത്. തൈര് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഉടച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ആ ജാറ് കഴുകി 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ തൈര് തിളയ്ക്കാനായിട്ട് നിൽക്കണ്ട. ലോ ഫ്ലെയിമിൽ വെച്ച് ഈ തൈരൊന്നങ്ങ് ചൂടായി വന്നാൽ മതി. ഞാൻ എപ്പോഴും മോര് കറി വയ്ക്കുമ്പോഴും മോര് കാച്ചുമ്പോഴൊക്കെ 1/2 സ്പൂൺ പഞ്ചസാര ചേർക്കാറുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് ചെറിയൊരു മധുരം ആ മോര് കാച്ചിയതിനൊക്കെ. അതിഷ്ടമുള്ളവർക്ക് 1/2 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ മോര് കാച്ചിയത് റെഡിയായി. വെണ്ടയ്ക്ക ഇട്ട് മോര് കാച്ചിയത്. നമ്മുടെ മോര് കാച്ചിയതിൽ എളുപ്പമാണ്. നമുക്കിതാ ഈ ക്യാരറ്റ് തോരൻ റെഡിയാക്കി എടുക്കാനായിട്ട് 250 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലുപ്പത്തിൽ ചെറിയ ക്യൂബായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും 1/4 സ്പൂണോളം ഉപ്പ് കൂടെ ചേർക്കാം. കൂടെ 1 സവോള അരിഞ്ഞതും 1/2 കപ്പ് തേങ്ങ ചിരകിയതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിൻ്റെ കൂടെ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഈ കാശ്മീരി മുളക് പൊടിക്ക് പകരം എരിവുള്ള മുളക് പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരു അരമണിക്കൂർ നേരം ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി എണ്ണ ചൂടായി വന്ന് കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ടിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ചങ്ങ് വേവിച്ചെടുത്താൽ മതി. 10 മിനിറ്റ് മതിയാവും നമുക്കിത് വെന്ത് കിട്ടാൻ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ ഈ തോരൻ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ. വെള്ളം ചേർക്കുമ്പോൾ ആ തോരൻ്റെ രുചി കുറയും. നമ്മളെല്ലാം കൂടെ തിരുമ്മി വെക്കുന്നത് കൊണ്ട് തന്നെ ആ സവോളയുടെ വെള്ളമൊക്കെ മതിയാവും നമുക്കിത് വെന്ത് കിട്ടാൻ. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് തോരനാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് നമ്മളിതുപോലെ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കിയാൽ. അടുത്തത് നമുക്ക് മുട്ട പൊരിക്കാം. മുട്ട ഈ പറഞ്ഞ പോലെ ഓരോ ആളുകളും ഓരോ രീതിയിലാണ് പൊരിക്കുക അല്ലേ. ഞാനും പല രീതിയിൽ പൊരിക്കാറുണ്ട്. ഇത് ഏറ്റവും എളുപ്പത്തിൽ എന്നാൽ നല്ല രുചിയായിട്ട് പൊരിച്ചെടുക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. ഒരു മുട്ട ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 കുഞ്ഞുള്ളി അരിഞ്ഞതും 2-3 ഇതള് വേപ്പിലയും മുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിനും ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ അടിച്ച് പതപ്പിച്ചെടുക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഇടാം. മുളക് പൊടി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇടുക, അല്ലെങ്കിൽ തീ ലോയിൽ വെച്ചിട്ട് തന്നെ ഇടുക. അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും. മുളക് പൊടി ഇതുപോലെ ഇട്ടാണ് പൊരിക്കുന്നതെങ്കിൽ മുട്ട ഒഴിച്ചു കൊടുത്ത ശേഷം മാത്രം തീ കൂട്ടിയിടണേ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും. ഇനി നമ്മൾ സാധാരണ മുട്ട പൊരിക്കുന്ന പോലെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് 2 സൈഡും അങ്ങ് പൊരിയുന്ന വരെ പൊരിച്ചെടുത്താൽ മതി. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മുട്ട പൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ 3 കറികൾ ഉണ്ടാക്കാൻ നമുക്ക് ഒത്തിരി നേരമൊന്നും വേണ്ട. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണ് കേട്ടോ. 3 കറികളും പെട്ടെന്ന് തന്നെ എന്നാൽ നല്ല രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്